പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി ഭംഗിയായി പൂത്തിടും പൂക്കൾ പ്ലൂമേരിയ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി ഭംഗിയായി പൂത്തിടും പൂക്കൾ പ്ലൂമേരിയ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഈ പാരഡി ഗാനം ഇതിനു മുമ്പ് നമ്മളിൽ ആരും തന്നെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുകയില്ല, അല്ലേ? സാരമില്ല. പ്ലുമേരിയ എന്ന നാമത്തിൽ പൊതുവെ അറിയപ്പെടുന്ന നിത്യവും ധാരാളം മനോഹരമായ ഈ പാൽനില സൗന്ദര്യമുള്ള പൂക്കൾ നമുക്ക് സമ്മാനിക്കുന്ന, എല്ലാവർക്കും വളരെയധികം ഈസിയായി എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഈ പ്ലാന്റിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിവരണങ്ങളും അടങ്ങിയതാണ് ഇന്നത്തെ ഈ വീഡിയോ. വളരെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോ എല്ലാ പ്രിയ സുഹൃത്തുക്കളും കഴിയുന്നതും അവസാനം വരെ തന്നെ കാണുവാൻ ശ്രമിക്കുക. പച്ചവൈര കല്ല് വെച്ച് നെയ്തെടുത്ത ഉടയാടകളിൽ വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വെളുവെളുത്ത സുന്ദരിയെപ്പോലെ പച്ചിലകളിൽ പൊതിഞ്ഞു നിൽക്കുന്ന പാൽനില വെളുപ്പിലുള്ള ഈ സുന്ദരിപ്പൂക്കളെ പൊതുവെ അറിയപ്പെടുന്നത് പ്ലുമേരിയ എന്ന ഇംഗ്ലീഷ് നാമത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമുക്ക് ആദ്യം ഈ ചെടികളിൽ ധാരാളമായി പൂക്കൾ പൊട്ടിയാർത്തുണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് ആദ്യം നോക്കാം. നമ്മൾ ഈ ചെടി ചട്ടികളിലല്ലാതെ നിലത്താണ് വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല കാറ്റും വെളിച്ചവും വെയിലും കിട്ടുന്ന കൽപ്രദേശങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒന്നിലധികം തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലെ ഓരോ തൈകൾക്കും ഇടയിൽ 1 മീറ്ററെങ്കിലും അകലം പാലിക്കേണ്ടതാണ്. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കമ്പുകൾ ധാരാളം കായ്ഫലമുള്ള അഥവാ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ചെടിയിൽ നിന്നും വേണം ശേഖരിക്കാൻ. ഇതാ ഞാനിന്നിവിടെ പുതുതായി നട്ടുപിടിപ്പിച്ച് കാണിക്കുന്നത് ഈ ചെടിയിൽ നിന്നുള്ള കമ്പുകൾ ശേഖരിച്ചുകൊണ്ടാണ്. ഇത് ഏകദേശം 7 മീറ്ററോളം നീളമുള്ള ഒരു പ്ലുമേരിയ ചെടിയാണ്. ഇതിൽ നിന്നുള്ള കമ്പുകളാണ് ഞാൻ ഇന്നിവിടെ നട്ടുപിടിപ്പിക്കുന്നത്. നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കമ്പുകൾക്കും ഒരു നീളപരിധി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഏകദേശം 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ നീളമുള്ള പൂത്തു തുടങ്ങിയ അല്ലെങ്കിൽ പൂമുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുള്ള കമ്പുകൾ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉത്തമം. നമ്മളിവിടെ ഈ കാണുന്നത് പോലെ എന്നിട്ട് ഇതിൻ്റെ 4 സെൻറ്റിമീറ്ററെങ്കിലും താഴേക്ക് മണ്ണിനടിയിൽ പോകുന്ന വിധത്തിൽ വേണം കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടുവാൻ. ഈ പറഞ്ഞ കൃത്യത പാലിച്ചുകൊണ്ട് എത്ര കമ്പുകൾ വേണമെങ്കിലും നമ്മുടെ സ്ഥലപരിമിതി പരിഗണിച്ചുകൊണ്ട് നമുക്കിവയെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ധാരാളം കമ്പുകൾ നട്ട് നനച്ച് പിടിച്ച് പൂക്കളുണ്ടായി കാറ്റത്ത് ആടി ഉലയുന്നത് കണ്ടാൽ ഒരുപാട് വെള്ളരിപ്രാവുകൾ ചിറകിട്ടടിച്ച് പറന്നു വരുന്ന ഒരു പ്രതീതിയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന പൂക്കളും ചെടികളും പ്രകൃതിയും കണ്ടുകൊണ്ടാണല്ലോ പല കലാകാരന്മാർക്കും കവികൾക്കും കഥാകൃത്തുകൾക്കും കവിതകളും ഗസലുകളും കഥകളുമെല്ലാം വരുന്നത്. അതെ, ഈ പൂക്കളും ഇതുപോലെയുള്ള മറ്റനേകായിരം പൂക്കളും ഇതിനേക്കാൾ മികച്ച സൗന്ദര്യമുള്ള അനേകായിരം പൂക്കളും ദൈവം ഈ ഭൂമിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇത് കണ്ട് ആസ്വദിക്കുന്ന ജീവിച്ചിരിക്കുന്ന സഹൃദയർക്ക്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണെന്ന് കൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ മികച്ചതുമായ പൂക്കളും ചെടികളും പ്രകൃതി സൗന്ദര്യങ്ങളും കാണുമ്പോഴാണല്ലോ പല കലാകാരന്മാർക്കും കഥാകൃത്തുകൾക്കും കവികൾക്കും കവിതകളും ഗസലുകളും കഥകളുമെല്ലാം അവരുടെ പേനകളിലും ചുണ്ടുകളിലും വരുന്നത്. നമ്മുടെയും ചുണ്ടുകൾ അറിയാതെ മൂളിപ്പോകും. ഗസൽ പൂക്കളാലേ ചിരിച്ചു വസന്തം, ഗസൽ പൂക്കളന്നെ കലകാരനാക്കി. അതെ, തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പൂക്കളും ചെടികളും ഇതിനേക്കാൾ വർണ്ണമനോഹരങ്ങളായ മറ്റു പൂക്കളും പ്രകൃതികളും കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചുണ്ടുകളും അറിയാതെ പറഞ്ഞു പോകും. നിലാപൂക്കളന്നെ കലകാരിയാക്കി, അല്ലെങ്കിൽ നിലാപൂക്കളന്നെ കലകാരനാക്കി എന്നെല്ലാം.
സാധാരണയായി ഈ പ്ലുമേരിയ എന്ന ചെടിക്ക് 5 ഇതളോടുകൂടിയ നല്ല വെളുത്ത് തുടുത്ത് പരന്ന ഇതളോടുകൂടിയ പൂക്കളാണ് ഉണ്ടാവുക. ഈ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി പൊട്ടിയാർത്ത് വളരുന്ന അവസ്ഥയാണെങ്കിൽ ഓരോ കുലയിലുമുണ്ടാകും 30, 40, 50, 60 പൂക്കൾ വീതമുള്ള ഓരോ കുലകളും. വിടർന്നു കഴിഞ്ഞ ഓരോ കുലകളും ആഴ്ചകളോളം നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം ഓരോ മൊട്ടുകളും ദൈനംദിനം പൊട്ടിമുളച്ച് വിടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ ചെടിയുടെയും യഥാർത്ഥ തറവാട് അന്വേഷിച്ചു കഴിഞ്ഞാൽ വിദേശിയാണെന്ന് പറയേണ്ടി വരും. അമേരിക്ക, മെക്സിക്കോ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയവയാണ് ഇവയുടെ ജന്മഗേഹം. പ്രധാനപ്പെട്ട 5-8 വർണ്ണങ്ങളിൽ ഈ ചെടികളുടെ പല വെറൈറ്റികളും നമുക്കിന്ന് പലയിടത്തും ലഭ്യമാണ്. ഒരു ചെടിയിൽ തന്നെ ബഡ്ഡിംഗ് പോലെയുള്ള മാർഗങ്ങളിലൂടെ പല വർണ്ണങ്ങൾ ഉണ്ടാക്കി തീർക്കുവാനും ഈ ചെടിയിൽ വളരെ എളുപ്പമാണ്. വളരെ നേർത്ത് ലോലമായ ചെറിയൊരു സുഗന്ധം മാത്രമാണ് ഇതിൻ്റെ പൂക്കളിലുള്ളത്. ഈ പൂക്കളുടെ ഈ വാസനകൾ കൊണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. മറ്റു പല ചെടികൾക്കും ഉള്ളതുപോലെ ഈ പ്ലുമേരിയ എന്ന ചെടികൾക്കുമുണ്ട് പല പേരുകളും പല വകഭേദങ്ങളും. പ്ലുമേരിയ പുഡിക്ക, വൈറ്റ് ചെമ്പകം, നിലാപ്പൂക്കൽ, ബ്രൈഡൽ ബൊക്കറ്റ്, നാഗ ചെമ്പക തുടങ്ങിയവയെല്ലാം അവയിൽ ചിലത് മാത്രം. ഈ ചെടികൾക്കും പൂക്കൾക്കും ഇങ്ങനെ പല പേരുകളിലും പല നാടുകളിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ചെടികൾക്ക് അനുയോജ്യമായി തോന്നിയിട്ടുള്ള പേര് ബ്രൈഡൽ ബൊക്കറ്റ് എന്നുള്ള ഈ പേര് തന്നെയാണ്. കാരണം നമ്മൾ കാണാറില്ലേ, പല നാടുകളിലും പലരുടെയും പല ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് വിവാഹാവശ്യാർത്ഥമുള്ള ഫംഗ്ഷനുകളിൽ മണവാളനും മണവാട്ടിയെയും നമ്മൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ പല ആവശ്യങ്ങൾക്കും വിശിഷ്ടാതിഥികളെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോഴുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഈ ചെടിയിൽ ഇങ്ങനെ കുലകുത്തി ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ പല വർണ്ണങ്ങളിൽ കുലകുത്തി ധാരാളം പൂക്കൾ നിത്യവും ദിവസങ്ങളോളം നിലനിൽക്കുന്ന വിധത്തിൽ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് ഇതെങ്കിലും ഇവയുടെ ഈ ചില്ലകൾക്ക് നമ്മൾ കാണുന്ന വലുപ്പത്തിനനുസരിച്ചുള്ള ബലം ഇല്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ ചെടിയുടെ കമ്പോ തണ്ടോ ഇതുപോലെ നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവയ്ക്ക് വലിയ പരിചരണമോ വളം നൽകലോ നനയോ വലുതായിട്ട് ആവശ്യമില്ലാത്ത ഒരു നല്ലിനം ചെടിയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെയൊക്കെ നാടുകളിലെ മിക്കവാറും 75% നഴ്സറികളിലും അഥവാ ചെടികൾ വിൽക്കുന്ന കേന്ദ്രങ്ങളിലും ഇവയുടെ പല വെറൈറ്റികളിലായിട്ടുള്ള തൈകൾ നമുക്ക് വളരെ വിലക്കുറവിൽ വാങ്ങുവാനും കിട്ടുന്നതാണ്. ഏകദേശം 10 മീറ്റർ ഉയരത്തിലും 7 മീറ്റർ ചുറ്റളവിലും പടർന്നു പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ബലം കുറഞ്ഞ ചില്ലകളിൽ നമ്മുടെ എല്ലാം വീടുകളിലെ കുറുമ്പന്മാരായ മിടുക്കന്മാർ കയറി അപകടങ്ങൾ വരുത്തിവെക്കുവാൻ സാധ്യതയുള്ളത് സൂക്ഷിക്കേണ്ടതാണ്. ഈ ചെടി ഒരുപാട് ശിഖരങ്ങളോടും ചില്ലകളോടും കൂടി പൊട്ടിയാർത്ത് പന്തലിച്ച് വളരണം എന്നാഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് 1.5 മീറ്റർ ഉയരം വെക്കുമ്പോൾ തന്നെ ഇവയെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്, സംശയം വേണ്ട, നമ്മൾ നട്ടുപിടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ ചെടിയുടെ കമ്പുകൾ 95% പിടിച്ചു കിട്ടും. അങ്ങനെ പിടിച്ചു കിട്ടുന്ന തൈകൾ 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ധാരാളം പൂക്കളും നൽകും. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.